ഹായ്, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്തോ. എന്നാലും രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. രാവിലെ എണീറ്റ് ഇതുപോലെ മുടിയൊക്കെ കെട്ടി വെച്ച് ഫേസിൽ എന്തെങ്കിലും വാരത്തേക്കാണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. പിന്നെ രാവിലെ എണീറ്റ് ചൂടുവെള്ളം കുടിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. എന്നാലും ഉള്ള വെള്ളം എന്താണോ അതെടുത്ത് കുടിക്കാറാണ് പതിവ്. അതിനുശേഷം മാത്രമേ പിന്നെ ഞാൻ കാപ്പി അതൊക്കെ കഴിക്കാറുള്ളൂ. അങ്ങനെ ഇതിപ്പോൾ അവിടെ നമ്മൾ ക്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാനിൽ നിന്ന് ഇതുപോലെ കുപ്പിയിൽ ഓരോ ടൈമും വെള്ളം നിറച്ചാണ് കുടിക്കാറ്. ആവശ്യമുള്ളത് നമ്മൾ ചൂടാക്കി എടുക്കും. പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, രണ്ടും കുടിച്ചു. ഇന്ന് രാവിലെ ഉപ്പുമാവും പഴവുമായിരുന്നു. ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയെങ്കിലും ഞാനല്ലേ ഉണ്ടാക്കിയെന്ന് ഓർത്ത് മാത്രം ഞാൻ കഴിച്ചു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള പരിപാടിയെന്ന് വെച്ചാൽ റൂം ക്ലീൻ ചെയ്യുക. ചെറിയ വലിയ പൊടികളൊന്നുമില്ല, എന്നാലും എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്നും എണീറ്റ് രാവിലെ തന്നെ ഇവിടെ മൊത്തം തൂത്ത് പിന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്തിടും. പിന്നെ ആ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന തുണി മൊത്തം ഉണങ്ങാനായിട്ട് ഇട്ടേക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ നല്ല തണുപ്പാണ്. എനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാനൊന്നും പറ്റത്തില്ല. ചൂട് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തിടാറാണ് പതിവ്. നമ്മൾ അത്യാവശ്യ കാര്യത്തിനായിട്ടുള്ള ടവലും തോർത്തുമൊക്കെ ഞാൻ അങ്ങനെ ഉണക്കാറാണ് പതിവ്. പിന്നെ ഇതായിരുന്നു നമ്മുടെ ലഞ്ച്. ചോറും ചമ്മന്തിയും ബീൻസ് തോരനും മുട്ട പൊരിച്ചതൊക്കെ ആയിരുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ വിൻഡോയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. 2 ദിവസത്തെ മഴ കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഇത്. കാണുമ്പോൾ തോന്നും അവിടെ എന്തോ കുളമോ മറ്റോ ആയിരിക്കുമെന്ന്. കാരണം ഇതിങ്ങനെ കെട്ടി നിൽക്കുന്നത് കണ്ട്. പക്ഷേ എന്താ, ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴ മാറി എന്ന് തന്നെ പറയാം. ഇത് പിന്നെ ലഞ്ചിന് ശേഷം ഡെസേർട്ട് പോലെ കഴിച്ചതാണ്. ഇവിടെ കിട്ടുന്നൊരു കേക്കാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഞാൻ വേറൊന്നും കഴിക്കില്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങ് പോകും. അതാണ് എൻ്റെ കെട്ടിയവൻ എപ്പോഴും പറയാറ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.